ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രിസൺ ഓഫീസർ ജോലിയെക്കുറിച്ചാണ്. യു.കെയിൽ വളരെയധികം വേക്കൻസി ഉള്ളതും എന്നാൽ മലയാളികൾ അത്ര കണ്ട് അപ്ലൈ ചെയ്യാത്തതുമായിട്ടുള്ള ജോലിയാണ് ഈ ഒരു പ്രിസൺ ഓഫീസർ ജോലി എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു ബാൻഡ് 3 കാറ്റഗറി ജോലിയാണ് വരുന്നത്. ബാൻഡ് 3 എന്ന് പറയുമ്പോഴത്തേക്കും NHSലെ ബാൻഡ് 3നേക്കാളും ഏകദേശം 4000-5000 പൗണ്ട് ഇയർലി സാലറി കൂടുതലുള്ള ഒരു ജോലിയാണ് പ്രിസണിലെ ബാൻഡ് 3 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 32,000 പ്ലസ് ആണ് ആനുവൽ സാലറി വരുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന മണിക്കൂറുകൾക്കനുസരിച്ച് നിങ്ങൾ 39 മണിക്കൂറോ 41 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 36,000 വരെ സ്റ്റാർട്ടിംഗ് സാലറി ഉള്ള ഒരു ജോലിയാണ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത്. ശരിക്കും യു.കെയിലെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് കറൻറ്റ്ലി PSWയിൽ നിൽക്കുന്നവർക്ക് ജോലി കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് പ്രിസൺ ഓഫീസർ. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് 26 വയസ്സിൽ താഴെയാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾ റീസെൻ്റ്ലി ഗ്രാജുവേറ്റ് ആയതോ ഇപ്പോൾ കറൻറ്റ്ലി പഠിക്കുന്നവരോ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ സ്കിൽഡ് വർക്കർ വിസയിലെ സാലറി ത്രഷോൾഡിലെ ഇളവുണ്ട്. 30,960 സോ ഈ ഒരു പ്രിസൺ ഓഫീസറിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ 32,000 സോ നിങ്ങൾക്ക് COS കിട്ടാനായിട്ട് ഒരു ബെസ്റ്റ് ജോലിയാണ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രിസൺ ഓഫീസർ ജോലിയെക്കുറിച്ചുള്ള മാക്സിമം ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഈ വീഡിയോ എല്ലാവരും കാണുക. നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു പ്രിസൺ ഓഫീസർ ജോലി കൺസിഡർ ചെയ്യുക. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് യു.കെയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സാലറി പാക്കേജാണ് ഈ ഒരു ബാൻഡ് 3 കാറ്റഗറിയിൽ ഈ ജോലി തരുന്നത്.